നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്. നാടോടിക്കാറ്റിന് 4-ാം ഭാഗം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് നാടോടിക്കാറ്റ്. ശ്രീനിവാസൻ എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം തൊഴിലില്ലായ്മയിൽ നിന്ന് തമിഴ്നാട് സിഐഡിമാരായി മാറിയ ദാസന്റെയും വിജയന്റെയും കഥ പറയുന്നു. മോഹൻലാലും ശ്രീനിവാസനും അവിസ്മരണീയമാക്കിയ ദാസനും വിജയനും പ്രേക്ഷകർ ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. നാടോടിക്കാറ്റിന്റെ വൻവിജയം 2-ാം ഭാഗമായ പട്ടണപ്രവേശവും പ്രിയദർശൻ സംവിധാനം ചെയ്ത 3-ാം ഭാഗമായ അക്കരെ അക്കരെയും ആവർത്തിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാള സിനിമയിലെ ഈ ജനപ്രിയ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ മറന്നില്ല. അതുകൊണ്ടുതന്നെ പലപ്പോഴായി ദാസന്റെയും വിജയന്റെയും 4-ാം ഭാഗത്തിന് പലരും മുറവിളി ഉയർത്തിയിട്ടുണ്ട്. സംവിധായകനോ തിരക്കഥാകൃത്തോ ഇതുവരെ അതിന് വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. ഈയിടെ കോഴിക്കോട് നടന്ന ഒരു ചടങ്ങിനിടെ സംവിധായകൻ സത്യൻ അന്തിക്കാടിന് നാടോടിക്കാറ്റിന്റെ 4-ാം ഭാഗത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചു. ദാസനോടും വിജയനോടും പ്രേക്ഷകർക്കുള്ള ഇഷ്ടം നഷ്ടപ്പെടാതിരിക്കാനാണ് നാടോടിക്കാറ്റിന്റെ 4-ാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്ന് ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം അറിയിച്ചു. മലയാള സിനിമയിൽ തന്റേതായ പാത വെട്ടിത്തെളിച്ച പ്രതിഭാധനനാണ് സത്യൻ അന്തിക്കാട്. ആ സംവിധായകന്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ നാടോടിക്കാറ്റിനോടും അതിലെ കഥാപാത്രങ്ങളോടും അതിന്റെ സൃഷ്ടാവിന് കാണിക്കാവുന്ന ഏറ്റവും വലിയ നീതിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. മലയാളത്തിൽ സമീപകാലത്ത് പുറത്തിറങ്ങിയ 2-ാം ഭാഗങ്ങളൊന്നും വേണ്ട രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കാത്തതാവാം സത്യൻ അന്തിക്കാടിന് ഇങ്ങനെയൊരു ചിന്ത വരാൻ കാരണം. CBI കഥകളും ഇൻ ഹരിഹർ നഗറിന്റെ തുടർച്ചകളും മന്നാർ മത്തായിയും ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. ഈ പരാജയ തുടർച്ചകളുടെ കനലിൽ ചവിട്ടി വേണം ഏതൊരു സംവിധായകനും തന്റെ ഹിറ്റ് ചിത്രത്തിന്റെ 2-ാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അത് ഒരു ചെറിയ കാര്യമല്ലെന്ന് മനസ്സിലാകുമ്പോൾ സത്യൻ അന്തിക്കാട് തന്റെ സിനിമയെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്ന് മനസ്സിലാകും. ആ മഹാനായ കലാകാരന്റെ മറ്റൊരു മികച്ച സൃഷ്ടിക്കായി നമുക്ക് കാത്തിരിക്കാം. മതി.